അതെ ചന്ദ്ര, ഒരു പ്രശ്നമുണ്ട് ചന്ദ്ര. ഹോസ്പിറ്റൽ കേസാണ് ചന്ദ്ര. നീ അന്ന് നോക്കി ഡിലേ ഇപ്പൊ അല്ല ചന്ദ്ര പോലെ കാര്യം പറയട്ടെ, മോനുണ്ടല്ലോ 50 കോടി എന്ന ആൾക്കാരെ ഗ്യാങ്ങി കയറ്റാന്ന് പറഞ്ഞ് കോച്ചിന്റെ വരെ 50 കോടി വാങ്ങിച്ചു. കോച്ചാണ് 50 കോടി കൊടുക്കുകയും ചെയ്തു. ടി വി ഒക്കെ കോച്ച് മണ്ടനാണ്. എത്ര ഗ്യാങ് ആയിട്ട് ഞാൻ വള്ളി എടുക്കണോളെ. എന്തൊരു മനുഷ്യ. സാറേ 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 കേറി പിടിക്കല്ലേ സാറേ. ഒരു സെക്കൻഡ്. ഹലോ, സിറ്റിയിലില്ലല്ലോ? ഉണ്ടോ? ഇല്ല പറഞ്ഞോ. അന്ന് പുള്ളി ഇതുപോലെ എൻ്റെ അടുത്ത് വിളിച്ച് ചോദിച്ചായിരുന്നു കാശുണ്ടോ എൻ്റെ അടുത്ത്, ഗ്യാങ് ഫണ്ട് കൊടുക്കാനായിട്ട്. അപ്പൊ ആ സമയത്ത് എൻ്റെ ഇല്ലായിരുന്നു. അതിനുശേഷം ഒരു ദിവസം കണ്ടപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് പറഞ്ഞ് ഞാനന്ന് കാശ് കൊടുത്തു. പുള്ളി ബെഞ്ചിലാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന കാശ് മുഴുവൻ അന്ന് കൊടുത്തതാ. ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ കുറെ ദിവസം കൊണ്ട് പുള്ളിനെ ഫോളോ ചെയ്യുന്നുണ്ട് കാശിന് വേണ്ടിയിട്ട്. പുള്ളി സിറ്റിയിലുണ്ടെങ്കിൽ ഇല്ലെന്നൊക്കെ പറഞ്ഞ് ഒഴിവാകുവാണ്. ഞാൻ SRK സംസാരിച്ചപ്പോഴത്തേനും ബ്രോഡ് സംസാരിക്കാൻ പറഞ്ഞു. അപ്പൊ എനിക്ക് കാരണം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിപ്പോ ഓപ്ഷൻ ഏതെങ്കിലും ചെറിയ പമ്പ് എടുക്കാനായിട്ടൊരു പ്ലാൻ ഉണ്ട്. അപ്പൊ എല്ലാവർക്കും 100 കോടി വെച്ചിട്ട് ടാർഗറ്റ് തന്നു. അപ്പൊ ഞാനിപ്പോ മൊത്തത്തിൽ പെട്ടുപോയ അവസ്ഥയിലായി. വരുമ്പോ ഞാൻ പറയാം, അല്ലെങ്കിൽ ഞാൻ എന്റെ തരാം. ഞാൻ ഇന്ന് വരുമ്പോ ചോദിച്ചോക്കാം. ചന്ദ്ര ചന്ദ്ര പുതിയ ഡ്രഗ് ഇറങ്ങിട്ടാ തേനീച്ച. എവിടെ? തേനീച്ചനൊക്കെ പിടിച്ച് എനിക്ക് നയിക്കുന്നത്. 20 വർഷം മുന്നേ പട്ടാളത്തിൽ മരിച്ച ചന്ദ്രൻ അറിയാമോടെ? കാട്ടക്കട അറിയാമോടെ നിനക്ക്? കാട്ടക്കട കാട്ടക്കട വീട് കാട്ടക്കട എവിടെയാണ് വീട്? കാട്ടക്കട എവിടെ വീട്? കാട്ടക്കട എവിടെയാ വീട്? കാട്ടക്കട നീ ആരാ പോന്നീ? കൊച്ചിറങ്ങി ചവിട്ടിയാടാ നീ? എന്റെ കാല് പുഴുക്ക് കടാ. എന്റെ കാല് പുഴുക്ക് എന്റെ കാല് പുഴുക്ക് കൊച്ചുള്ള ചവിട്ടിയാ. എവിടെ തേനിയോടെ? നീ ചോക്ലേറ്റ് എടുത്ത് മുണുങ്ങ്, എന്നിട്ട് അതിതാ. അല്ല അതല്ല, ഇത് വേറെ. ഇല്ല ഇത് വേറെ, ഇത് വേറെ, ഇത് വേറെ, ഇത് അതല്ല. நல்லா இருக்கா? എന്താ ഒന്ന് സൂക്ഷിച്ചൊക്കെ കഴിക്കും. നിന്റെ തള്ള തന്നേ. എടാ ഞാൻ ഗോവ പോവും, ചിലപ്പോ ഊട്ടി പോവും, മൈസൂര് പോവും. ഞാൻ എതുക്ക് നിന്നെ ഊങ്കിട്ട സൊല്ലണം ഇതൊക്കെ? നിന്റെ അടുത്ത് ഈ ഡ്രസ് ഇടല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടോ സൂര്യ? ഈ ഡ്രസ് ഇടலாம் നിന്റെ അടുത്ത് എത്ര വർഷം പറയണേ? ഇറങ്ങി വാടാ ഇങ്ങോട്ട്. ഇറങ്ങി വരാൻ പറഞ്ഞില്ലേ സൂര്യ? ഇറങ്ങി വാടാ ഇങ്ങോട്ട്. എവിടെ? എത്ര ഗ്യാങ് ആയിട്ട് ഞാൻ വള്ളി എടുക്കണോളെ. ഇതൊക്കെ അളിയാ നിന്നെ അന്വേഷിച്ചു ഒരുത്ത വന്നു. ഇങ്ങൊന്ന് വന്നേ നീക ഒരു സെക്കൻഡ്. ഇങ്ങൊന്ന് என்னடா சூர்யா அப்பா கிட்ட பேசிட்டு வந்துறடா. ഇങ്ങോട്ട് വാ. വെയിറ്റ് பண்ணு. എടാ നീ ആരെന്നോ കാശ് കട വാങ്ങിയില്ലേ? എന്നെ കാട്ടാക്കടന്നല്ലേ? നീ ആരെന്നോ കാശ് കാട്ടാക്കട നിന്നെ അന്വേഷിച്ച ആള് വന്നു. കാശ് അറിഞ്ഞു വന്നോ?
അന്ന് 70 കോടി എടുത്ത് തട്ടി കൊടുത്തില്ലേ ഗ്യാങ് ഹോസ്റ്റലിൽ? ഞാൻ ഇവിടെ ഇല്ലാന്ന് പറയാ. എവിടെയാ അവൻ? അവൻ അർജന്റാടാ, അവന് കൊടുത്തില്ലെങ്കിൽ ഞാൻ അവൻ അർജന്റാ. എവിടെ നിന്ന് 70 കോടി? 70 കോടി എന്റെ ചന്ദ്ര. 70 കോടി കാശൊക്കെ വാങ്ങിക്കാൻ പോയേ അളിയാ. അത് ഞാൻ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ് ചെയ്ത് പോയി, കാശ് പോയി. ഞാൻ പറഞ്ഞില്ല അവനോട്. അവൻ ഇങ്ങനെ അളിയനോട് ചോദിച്ചോ കാശ്? ഞാൻ കൊടുത്തോ, അളിയാൻ കൊടുക്കാൻ വേണ്ട. ഞാൻ 2-3 തോക്ക് അവന് കൊടുക്കാം. എന്റെ മുട്ടുകാലിന് അടിച്ചു കൊടുക്കും ഞാൻ. ഇവിടെ തോക്കെടുത്ത് കൊടുത്താ ഉറപ്പാണ് നീ? ഇല്ല ചന്ദ്ര, ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ട് അളിയെ. നീ അങ്ങനെ ചെയ്യും അളിയ ഒരു കാര്യം ചെയ്യാം, മുങ്ങി അടക്കവാ, അതേ ഉള്ളു വഴി. പക്ഷെ ഞാൻ ഇങ്ങനെ ചെയ്യാത്തതാണ്. പക്ഷെ എന്താണോ 70 കോടി എന്നൊക്കെ കേട്ടപ്പോ മുങ്ങാൻ തോന്നി. എടാ 70 കോടിക്ക് എത്ര പൂജ്യം ഉണ്ടോ സാർക്ക്? 70 കോടിക്ക് 9. അല്ല സൂര്യ ചോദിക്കട്ടെ, അവൻ സൂര്യ 70 കോടിക്ക് എത്ര ചന്ദ്രു പൂജ്യം കിടക്കടാ? പൂജ്യം ഐസയുടെ ഒരു പെങ്ങളുണ്ട് കേട്ടോ. പയ്യന്മാരൊക്കെ പറഞ്ഞ ശരിയായി. ചന്ദ്രു പറഞ്ഞോ. നീ മിണ്ടരുത്. ഇന്നലെ ഇസയുടെ പെങ്ങളെ വിളിച്ചോണ്ട് എന്റെ മുമ്പിൽ വന്നിട്ട് മാമ എന്നെ ഹലോ ഹലോ മിസ് കോള്. ഇതിലൊരു മിസ് കോൾ കിടന്നു. ഹലോ ഞാനാ വിളിച്ചേ. എന്താ കാര്യം? നീ എവിടെ? എന്താ ബ്രോ? നിന്റെ അരിമ മോനില്ലേ? ഓ ദേവിക്കുട്ടിയാണ്. അരിമോൻ. അരിമ മോനോട് വലിയ പ്രശ്നമാണ്. അരിമ മോന് എന്റെ കൊച്ചെന്തിയെ? നീ നിങ്ങൾ എന്ത് ചെയ്തു? ഇത്ര സ്നേഹം കാണിക്കാൻ നീ പ്രസവിച്ചൊന്നുമല്ലല്ലോ. അല്ല, കൊലവണ്ടി തൂങ്ങിയൊന്നല്ലേ അവൻ തമിഴ്നാട്ടിൽ നിന്ന്? ഇത്ര സ്നേഹം കാണിക്കാൻ വേണ്ടിട്ട്, ഇത്ര സ്നേഹം കാണിക്കാൻ എന്താ ഉണ്ടായത് ഇവിടെ ഇപ്പൊ? ചന്ദ്രനെ നോക്കുന്നില്ല, ഞാനെങ്കിലും നോക്കണ്ടേ? ഞാൻ പറയണ എന്തിയെ? നമുക്ക് ഇതിനെക്കാട്ടും നല്ലൊരു പയ്യനെ കിട്ടും. അതുകൊണ്ട് ഈ വള്ളീനെ കിടന്ന് തല വെക്കണോ? എന്നാ ആദ്യമേ കളയാറുന്നല്ലോ. ഇത്ര നോക്കിട്ടാണോ ഇനി കളയുന്നത്? എത്ര നോക്കിയെന്നാ നീ? പറ്റത്തില്ല ചന്ദ്ര, പറ്റത്തില്ല. ഇനി വേറെ ആരൊക്കെ വന്നെന്ന് പറഞ്ഞാലും പറ്റത്തില്ല. ഞാൻ വേണമെങ്കിൽ ചന്ദ്രനെ കളയും, പക്ഷെ സൂര്യബോസിനെ കളയത്തില്ല. നിന്റെ തന്തയുടെ നീ ഒരു ജോണിന്റെ സ്വഭാവം കാണിക്കില്ല എന്റെ അടുത്ത് കേട്ടടി. എനിക്ക് പറയാൻ തന്തയുണ്ടേ. നിനക്കേ സോറി, ഡാഡിന്റെ നെയിം എന്താണ്? ചന്ദ്രബോസ് ഡാഡിന്റെ നെയിം? ഉണ്ടായി പോയതുകൊണ്ട് നിനക്ക് ഇത്ര അഹങ്കാരോ? അഹങ്കാരം എനിക്ക് മാത്രമേ ഉള്ളൂ. അങ്ങനെ ചൊറി പിടിച്ചല്ലേ കത്തത്? ചത്തില്ല, ആളിപ്പോഴും ഉണ്ട്. എന്നൊന്നും വിളിച്ചോണ്ടോ നിന്റെ തന്തേനെ? ഞാൻ കാണട്ടെ. ഇന്ന് വിളിക്കാൻ പറ്റത്തില്ല, ആള് ശുക്രല്ല. അങ്ങേര് സ്റ്റേറ്റ്സിലാ. അങ്ങേര് സ്റ്റേറ്റ്സിലല്ലേ, അല്ലാണ്ട് മറ്റേ ചന്ദ്രനെ പോലെ പണിയില്ലാതെ ഇരിക്കുവല്ല എന്റെ അച്ഛൻ. എന്റെ അച്ഛൻ 100 കൂട്ടം പണിയുണ്ട്. വിളിക്കുമ്പോ വരാൻ എന്തുവാ? അവിടെ അടിപ്പാവട കഴിവല്ലോ പണി നിന്റെ അച്ഛന്റെ. എന്നാലും അച്ഛനുണ്ടല്ലോ, ഇല്ലാത്തൊരു കുറ്റം പറയല്ലേ. സമ്മതിക്കാതങ്ങ്. നീ ഇങ്ങനെ എന്റെ കൊച്ചെന്തിയെ? എന്റെ തന്തയില്ലാത്ത കൊച്ചെന്തിയെ? ഇനി ഞാൻ അവനെ നോയിക്കോളും. ഒരു സെക്കൻഡ്. എന്ന് വന്നോ എന്റെ ജീവിതം അങ്ങോട്ട് ഊമ്പാൻ തുടങ്ങിയതാ. എന്തൊരു മനുഷ്യൻ. ഞാൻ വാങ്ങിച്ചോട്ടെ അത് സൂര്യനെ എനിക്ക് പോടും. തേങ്ങ വേണ്ട. ഞാൻ വാങ്ങിക്കുവാണേ. സൂര്യ എനിക്ക് കൊടുക്കട്ടാ. എന്താ എന്നടാ സൂര്യ? എന്തത്?
ചന്ദ്ര എടാ ഇത് അഴുക്ക കണ്ണടാ ഇത് എല്ലാം. അച്ഛനും മോനും കൂടി പരിപാടി തുടങ്ങിയില്ലേ ആടെ നീ ഇതിലെടുത്ത് യാക്രി ചന്ദ്ര, തോക്ക് അത് തോക്ക് എവിടുന്ന്? അവ എടുത്തോട്ടെ ഇത് കളിച്ചോട്ടെ. നീ കൊണ്ട് സ്കൂളിൽ കൊണ്ട് വിളയാടിക്കോ സൂര്യ. എല്ലാവർക്കും അപ്പയുടെ വക കൊടുത്തു എടുത്തു. ഇല്ല 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 സ്കൂളിൽ കൊണ്ടുപോകാൻ പറ്റില്ല. സ്കൂളിൽ കൊണ്ടുപോകാൻ പറ്റില്ല. ഇത് സ്കൂളിൽ കൊണ്ട് ഇതിന്ന് സ്കൂളിൽ കൊണ്ട് കയറാൻ പറ്റില്ല. ഇല്ല 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 സ്കൂളിൽ കൊണ്ട് കയറാൻ പറ്റില്ല. പിന്നെ ഒരു സെക്കൻഡ് എന്റെ ക്യാമറ ചിലപ്പോ കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഓഫ് ആവേ. ഡോക്ടർ ആയിരുന്നില്ലേ? വേണ്ട സൂര്യ വേണ്ട. ഒരു നമ്മുടെ കരിയറിലെ ഒരു ബ്ലാക്ക് മാർക്ക് വന്നാലേ ഡോക്ടർ ആകാൻ പറ്റില്ല. സൂര്യ ഞാൻ നിന്റെ അടുത്ത് ഒരു കാര്യം പറയാം. ഇങ്ങോട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. നീ എന്ന് തൊട്ട് ഈ സിറ്റി വന്നോ അന്ന് തൊട്ട് എനിക്ക് തലവേദന മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ചന്ദ്ര എനിക്കൊരു മനസ്സമാധാനം അവൻ ഇങ്ങനെ പറയല്ലേ. പാവം കേട്ടോ, പാവം മോൻ, പാവം. നീ ബോസണ്ണന്റെ മോനല്ലേ ബോസണ്ണ. പറയാണ്ടിരിക്കാൻ പറയാണ്ടിരിക്കാൻ പറ്റില്ലേ? പയ്യൻ തന്തയുടെ മോൻ തന്നെ. തന്തയുടെ സ്വഭാവം ഇത് 2 മണിക്കൂർ കറങ്ങുമോ ബോസണ്ണ? ഹലോ ഞാൻ ഡ്രസ് ഷോപ്പ് ഞാൻ നടന്നു പറഞ്ഞോ ടിവിയുടെ എന്നെ അടിയടാ എന്നെ അടി ഇനി അടിക്കാൻ പറ്റി. ഏബിലെ വിളിക്കണ്ട. ഏബിലെ വിളിക്കണ്ട. എടാ ഇപ്പൊ കേറ് ആളിയെ നീ വണ്ടി കയറിയാ നീ ഒരു ഓട്ടോ വിളിച്ചു. ഏബിലെ ഒരു ഓട്ടോ. അറിയാം ഞാൻ പോകുന്നു. അവരെ കയറിയിട്ടാ അതേളല്ലോ ബോസണ്ണ. സൂര്യ നിന്റെ അമ്മ നിന്നെ വെറ്റിരിക്കണം. ചെട്ടിയാ ശരി ബോസണ്ണ. ബൈ ബൈ ബോസണ്ണ. പിന്നെ ടാറ്റാ. ബോസണ്ണ ബൈ. അല്പന ഐശ്വര്യം വന്ന് അർദ്ധരാത്രിയിലും കുട കൊടുക്കണമെന്ന് കൊടങ്ങനെ അച്ഛരാ അവര് പോയി. ചന്ദ്രു ഇത് ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട് ചന്ദ്രു ചന്ദ്രു ഇപ്പൊ പഴയ പോലൊന്നും അല്ല. ചന്ദ്രന് ഇപ്പൊ പവറെല്ലാം പോയി. ചന്ദ്രു ഇപ്പോഴും അലീനയുടെ ചൊൽപ്പടിക്ക് നിൽക്കാന്നാണ് നാട്ടിലൊരു കരക്കമ്പി. മനസ്സിലായില്ലേ? ഈ വണ്ടിയിൽ നിന്ന് മൂന്ന് പേര് ഇറങ്ങും. സൂര്യ അച്ഛൻ കലിപ്പിൽ ഇറങ്ങി അമ്മ അപ്പൊ കലിപ്പിലാണ് ഇറങ്ങടാ. വണ്ടി ഇറങ്ങി. അമ്മ അലീന വെള്ളം കുടിക്കേണ്ട മരിച്ചെന്നോണ്ടാ ചന്ദ്ര. ചന്ദ്ര മനസ്സല്ല ചന്ദ്ര അവന്റെ. പിഞ്ച് മനസ്സ്. കുറച്ചു മുമ്പ് നിന്റെ ഈ ഫോട്ടോ അപ്പാന്റെ ഇപ്പൊ മാറിയ പെട്ടെന്ന്. അത് ഓന്തിന്റെ മോനാണവേ. അഴക്കപ്പയ്യണ്ടാ സൂര്യ. അതെ നിന്റെ അമ്മ വീഗാലാൻഡ് ടൂർ പോയേക്കല്ല ഇപ്പൊ വരും. അമ്മ പുല്ലേന്നോ കേട്ടാ? അമ്മ മാറിയില്ല എന്റെ കൈ വാക്കി ഞാൻ ചവിട്ടിക്ക് തെറിച്ചിട്ട് മാറിയില്ല. ഇറങ്ങിക്കോളും. ആളിയ ഭയങ്കര ശല്യളിയാ. എന്ത് കഷ്ടമാളിയാ. എങ്ങനെ ജീവിക്കണം ഈ സിറ്റിയിൽ? ഇവരെ കൊണ്ട് നടക്കാൻ വയ്യാളിയാ. ഉള്ളവരുടെ അടുത്ത് മനസ്സിലായില്ലേ? ഇപ്പൊ എന്താ അങ്ങോട്ട് പോയത്? ഒരു മുട്ടയിലേ ഇപ്പൊ പോയത്. മുട്ടയോ? ആരുടെ മുട്ടയിലേ പോയത്? കറുത്ത മുട്ടയാണോ? അല്ല ഇത് വെളുത്ത മുട്ടയാ. കണ്ടറിഞ്ഞില്ല തലമുടി മുട്ട മുടിയില്ലാത്ത മുട്ട. നീ മനുഷ്യൻ തന്നെയാണോടെ? അമേരിക്കക്കാരുടെ വെളുത്ത മുട്ട കണ്ടോ? നീ മനുഷ്യനാണോടെ? നീ
നീ ഏലിയന്റെ മോമല്ലാണോ നീ? ഞാൻ കണ്ടില്ല, എന്ത് പറ്റിപ്പോ? ഇവൻ രൂപം മാറിയടാ പെട്ടെന്ന്. ഇവൻ മനുഷ്യ കുഞ്ഞൊന്നും അല്ലടാ ഇത്. ഏലിയന്റെ എന്തോടത്? ചന്ദ്ര അങ്ങനെ പറയല്ലേ അളിയാ. വഴിന്ന് മാറി ഞാൻ അടിച്ചങ്ങ് തിരിച്ചറി. ഞാൻ മേലെ സിറ്റിയിൽ എന്റെ പേര് പറഞ്ഞ് നീ എന്തേലും പ്രശ്നം ഉണ്ടാക്കിയത് നീ അറിഞ്ഞ? നീയേ നിന്നെ ഹോസ്റ്റ് എടുക്കണവർക്ക് നിനക്ക് നിന്നെ ആരെങ്കിലും ഹോസ്റ്റ് എടുക്കാൻ എന്തേലും വന്ന അല്ലെങ്കിൽ നിന്റെ അടുത്ത് റോങ്ങാൻ വന്ന നീ അപ്പൊ തന്നെ നീ എന്റെ പേര് പറഞ്ഞ എന്തിനാണ്? എന്റെ പേര് പറയുവൻ അതൊക്കെ പോട്ടെന്ന് പറയാം. ഞാനൊരു ഇത് പറയട്ടെ ബോസണ്ണ. അളിയ എന്തിനാളിയ ചന്ദ്ര അളിയനെ എഡ്യൂക്കേഷൻ ഇല്ല, അവനെങ്കിലും പഠിക്കട്ടെ മര്യാദക്ക്. മെന്റൽ പ്രഷർ ആക്കല്ലേ പയ്യനെ. അവനാണ് ആകെ തന്തകളെ സിറ്റിയില്. എന്നിട്ട് അളിയൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? അവനെ തന്തില്ലാത്ത നിനക്കെത്ര തന്തയുണ്ട്? നിന്റെ തന്തേന്റെ പേരെന്ന് പറഞ്ഞാന്ന് കേക്കട്ടെ. അനാവശ്യം കാണില്ല സാറേ. അനാവശ്യം കാണിക്കുന്ന അലീന ഇതൊക്കെ മോശമല്ല. പെണ്ണിനെ പിടിക്കാ കേസ് കൊടുക്കട്ടാ. ഞാൻ കേസ് കൊടുക്കുക. ഞാൻ അടിച്ച് മോണ പറയട്ടെ അവന്റെ. നമ്മള് കാണുന്നുണ്ടല്ലോ, നമ്മള് ചോറ് കഴിക്കുന്ന മനസ്സിലായില്ലേ? ഇതൊക്കെ എന്തൊക്കെ കാണണം ഇവിടെ. സാറേ നമ്മള് കേസ് കൊടുക്കും കേട്ടാ. റോൾ അടിച്ച് ഇന്നിവിടെ ഇടിച്ച് പല്ലടക്കും. ഇന്നിവിടെ റോൾ അടിച്ച സാറേ പല്ല് ഇടിച്ച് പല്ലടക്കും. ബോസണ്ണ മാത്രമാണ് ഒരു ജെൻസി വൈബ് ഇല്ലേ? ഞാൻ വേറെ കാര്യം പറയട്ടെ ബോസണ്ണ. നിങ്ങൾ എന്തിനാ ബോസണ്ണ ഇവിടെ കുടുംബവും ഇത് നോക്കിക്ക. അവനെ പണ്ണെന്നിട്ട് അവിടെ ഇട്ട് വേറെ കാര്യം അവനെന്താ ചെണ്ടയാണോ നിങ്ങളെ? എന്തിനാണ് ഇങ്ങനെ സെർവർ ഞാൻ വേറെ കാര്യം പറയട്ടെ. മോനുണ്ടല്ലോ 50 കോടി എന്ന ആൾക്കാരെ ഗ്യാങ്ങി കയറ്റാന്ന് പറഞ്ഞ് കോച്ചിന്റെ വരെ 50 കോടി വാങ്ങിച്ചു. കോച്ചാണ് 50 കോടി കൊടുക്കുകയും ചെയ്തു. ടി വി ഒക്കെ കയറാന്ന് പറഞ്ഞു. കോച്ച് മണ്ടനാ. കോച്ച് ടി വിയിലല്ലേ ഓൾറെഡി. നീ എന്താ മറ്റേ നമ്മുടെ ഗോഡ്സിലെ പയ്യനെ കൊന്നോ? ഈ ചൊക്കളി കൊണ്ട് എന്നെ ഇടിക്കല്ലേ? തരത്തിപ്പേ കളിയേ. റോക്കറ്റ് ലോഞ്ചർ കളിക്കാറുണ്ടല്ലേ? എനിക്കത് തോന്നണേ. ഇറങ്ങിയടിക്ക് ഉറപ്പാണ്. എന്താണ് പെട്രോൾ അടിക്കിറങ്ങിയ കണ്ണു മാറ്റി ഞാൻ പൊട്ടിച്ചു വണ്ടി. നീ ആരടുത്ത് നീ 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 ആരടുത്ത നീ ചിഹ്നം വിളിക്കണ? നീ ആരടുത്ത ചിഹ്നം വിളിക്കണേ? എന്താ പറഞ്ഞത്? സാർക്ക് അവിടെ നിക്കുന്നുണ്ടാ? അവിടെ നിക്കുന്ന മോളെ നിക്കുന്ന കണ്ട? അവനെ കൊണ്ടും കൊടുത്തും വളർന്നവനാ, മനസ്സിലായില്ലേ? അവനെ കണ്ടറിയാം. തരാൻ പറ്റാത്ത
ആ ജാക്കിമോൻ ഹലോ. ആ ഞാൻ പറഞ്ഞ ക്യാഷ് റെഡിയാക്കി വെച്ചോ, നമുക്ക് ഇന്ന് കുറച്ച് ആവശ്യങ്ങളുണ്ട്. എവിടാ നീ എവിടാ? എന്ത് കാശ്? കാശാ? കാശാ? എന്ത് കാശ്? ബിസിനസിന്റെ കുറച്ച് കാശ് കാണും. ആടി പറയാൻ വന്നതാണ്. നിന്റെ ഒരു 10-700 കോടി എനിക്ക് 200 കോടി. പറ്റത്തില്ല. അതെ, നീ ഇത് എത്ര കഷത്തിൽ ബാഗ് വെച്ച് പോയാലും നിനക്കെന്ന് ഹലോ കമ്മിങ് ഡ്രൈവറോ? ആ വാ ഡ്രൈവർ വണ്ടി. ഞാനൊരു കാര്യം പറയട്ടെ, എത്ര കഷത്തിൽ വണ്ടി എത്ര ഇതാക്കി എത്ര ഇതാക്കി ചെയ്താലും നിനക്ക് കിട്ടാൻ പോണില്ല. എന്ത് ഈ പമ്പ് കിട്ടാൻ പോണില്ല. അമേരിക്ക കാശ് തന്നെ ഞാനെങ്കിൽ വിളിക്കും. എനിക്ക് ആ പമ്പ് വേണം ചന്ദ്ര. ഇന്ന് എപ്പോഴാ പമ്പ്? എപ്പോഴാ ഓപ്ഷൻ? എപ്പോഴാ? ഡ്രസ് ഷോപ്പിൽ പോ. അവിടെ ഓപ്ഷൻ. ആ ഡാ വണ്ടി കേറ് ഡാ. വന്നില്ലടാ. എന്നാണ്ട് ചേടാ ചവിട്ടി കാലിനോടിക്ക് ഞാൻ. ആ ഗ്യാങ്സിന്റെ അവിടെ പോണ ഒരു ബിസിനസ് പയ്യൻ അവിടെ ഉണ്ട്. നീ എടാ ചന്ദ്രു എത്തേ എന്റെ പല്ല് എവിടെ അളിയാ? കേറുവാ. അതെ കേറ്, കേറ്, കേറ്. വണ്ടി ഒന്ന് കേറടാ. ഫ്രണ്ടിലേക്ക് എടുക്കണം. ഇല്ല വണ്ടി ഒന്ന് ഫ്രണ്ടിലേക്ക് ഇടണം. സൂര്യ ആ രണ്ട് നീ പല്ലിങ് അവിടുന്ന് മാറിയില്ലേ? എന്ത് ചന്ദ്ര മാമന്റെ അണപ്പല്ല് പോയി, നീ കണ്ടില്ല? മാമനാ? ഓ ഞാൻ അലീന, സൂര്യയുടെ. ഞാനൊരു കാര്യം പറയാം. ഇറങ്ങിയാണ്. അല്ലെ ഞാൻ ചിലപ്പോ മാമനാവും, അമ്മാവനാവും. അളിയൻ എന്താ പ്രശ്നം? അളിയൊരു അച്ഛനല്ലേ? എന്നിട്ട് എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടോ? ഒരു കാര്യം പറയട്ടെ, നിനക്ക് ഇങ്ങനെ തന്നെ നാളെ ചന്ദ്ര ഹലോ തന്നെ കിട്ടിയില്ലേ? ഗ്യാങ്സിന്റെ ഓപ്പോസിറ്റ് പാലത്തിന്റെ അടിയിൽ ചന്ദ്രൻ ഇത്രയും നാളോർത്ത് ഒരു പമ്പ് അടച്ചിട്ട് 300 കോടി എനിക്ക് കിട്ടിയത്. കാശാ നമ്മളെ പോലെ കിട്ടിയോ? നല്ല പിള്ളേർക്ക് ഇങ്ങനത്തെ ദുഷിച്ച തന്ത മനസ്സിലേ? ബിസിനസ് ചെയ്യാൻ പോയേ കുറച്ച് വാഴക്ക് ചന്ദ്ര ഇവർക്കൊന്നും ഒരു ചൂടും ഇല്ല. ഇവര് വലിയ ചൂടാ. സൂര്യാടേ നൂബ് അവനിറക്ക് ഇറങ്ങടാ താഴെ. ഇറങ്ങണ്ടേ? ഡേ കയ്യിലുള്ള കാശൊക്കെ ഇങ്ങട്. എത്ര കൊടുത്തു നീ? ഇങ്ങോട്ടോ എത്ര? അനിലയുടെ 100 കോടി കൊടുത്തു. നീ എന്റെ പേര് പറഞ്ഞാണ് നീ ജീവിക്കണം. എന്നിട്ട് എനിക്ക് നീ 5 കാശ് തന്നാ? ഈ സിറ്റിയിൽ നിനക്ക് എന്ത് പ്രശ്നം വന്നാലും നീ അപ്പാവിടെ പേരല്ലേ പറയണേ? എന്നിട്ട് നീ അപ്പാൻ കാശ് തന്നായിരുന്നാ? അവൻ 5 കാശ്. എടാ ഇങ്ങനെ തന്നെ വേണടാ. ഞാന് ഈ സിറ്റിയില് നീ നിനക്ക് ആരെ എന്താന്ന് അറിഞ്ഞ വന്നപ്പോ നിന്നെ ഞാനേ ഈ വീട്ടിനകത്ത് കയറ്റി താമസിച്ചു. കഴിഞ്ഞ വർഷം ഒരു കർക്കിടക മാസം നീ വന്ന് കേറി കൊടുത്തു 100. അപ്പാക്ക് നീ എന്നാ കൊടുത്ത്? അന്ന് മഴയിൽ കുളിച്ചു വന്ന നിന്നെ എന്റെ ഈ കയ്യിലുണ്ടാ നിന്നെ ഞാൻ ചേർത്ത് പിടിച്ചത്. മനസ്സിലായോ? നിനക്ക് താമസിക്കാൻ വീട് തുടങ്ങിയതല്ലേ ഉള്ളൂ, അതിനു മുന്നേ കിടന്നാ. എന്ത് പരിപാടി അവിടെ? എടാ അത് അത് ഇവിടെ വേറെ പാട്ടിട്ടതാ. ഹലോ എന്താണോ ഉച്ചയായിട്ട്? ഹലോ, ഗെയിം തുടങ്ങിയല്ലേ ഉള്ളൂ, അതിനു മുമ്പ് തളർന്നോന്ന്? എന്തിനാണ് ജാക്കി കാശാടാ? എന്റെ പമ്പിനെടുത്ത കാശാടാ? ഇങ്ങോട്ട് തരാനുണ്ട്, ഓർമ്മയുണ്ടാ? നിന്റെ എത്ര കോടി ഉണ്ട്? എന്റെ ഒന്നുമില്ല ഇപ്പൊ. 2 കോടി 2 കോടി ഉണ്ട് നിന്റെ അച്ഛന്. മറ്റേ
ഞാൻ വല്ല പറയ പോടാ സൂര്യ അതിന്റെ മോനെ. സൗണ്ട് പോട്ടിട്ട് വിളിക്കും. ചന്ദ്ര ചന്ദ്ര ഇങ്ങോട്ട് സൂര്യാലിനി വന്നേ. സാലറി എന്ത് സാലറി? പമ്പിൽ ജോലി ചെയ്താ എടാ ഇന്ന് പമ്പിന്റെ ഓപ്ഷൻ ആണ് ജാക്കി മോനെ. ഞാൻ നിന്റെ ഒരു കാര്യം പറയട്ടാ. ആ പറ. ഞാൻ ഈ സിറ്റിയില് 1300 സംതിങ് കോടി ആ പമ്പ് വിളിച്ച് വാങ്ങിയിട്ട് എനിക്ക് എത്ര ലാഭം കിട്ടിയെന്ന് പറയട്ടാ. 300 കോടി 300-400 കോടി. മണ്ടനായതുകൊണ്ടാണ് നിന്നെ ജോലിക്ക് അതില് നിർത്തിയത്. 50 കോടി ഞാൻ എവളെ ജോലിക്ക് നിർത്തിയത്? അതിൽ 50 കോടി എന്റെ ചന്ദ്ര ചുമ്മാ പറഞ്ഞ വിശ്വസിക്കല്ലേ. ആ നീ കാശൊക്കെ ഇങ്ങട് ഒരു കാര്യമില്ല. ഏത് കാശ്? ആ കയറിക്കണം. ഞാൻ വരും. ഞാൻ 100 CR വരെ ഞാൻ വിളിക്കും. കഴിയുമ്പോട്ടെ ഈ മുതുക്കിലെ പമ്പ് ആര് വിളിക്കണ്? അതൊന്നും വേണ്ട എനിക്ക് എന്റെ പമ്പ് മതി. മുതിക്കിലെ പമ്പ് സാബ് ഗുരു ആയിരിക്കും. സാബുരിനെ വിളിച്ചിപ്പോ ഞാൻ ഒതുക്കൂലേ? സാബ് ഗുരുവിന്റെ അടുത്ത് പറഞ്ഞിട്ട് ഒരു 500 CR കടം തരാൻ പറയോ? സാബ് ഗുരുവിന് അങ്ങേര് എന്റെ തന്തയല്ല. അങ്ങേര് എന്റെ തന്തയല്ല. അങ്ങനെ പറ. അങ്ങേരില്ല. അങ്ങേര് ഇന്ന് വരാതിരിക്കുവോ? എങ്ങനെ ഇന്നില്ലെങ്കിലേ ഞാൻ വിളിക്കണം. ഞാൻ ഇവിടെ കാശൊക്കെ എടുത്ത് വെക്കട്ടെ. കൈ വെക്കല്ലേ? ബാഗിലിട്ടാ കയ്യില് ചെന്താ കുഴപ്പം? ചന്ദ്ര ഓടിക്കും പമ്പാവാസം വന്ന്. അതിന്റെ കാശ് കൊടുക്കാനുള്ള 70 കോടി. ഓക്കെ ബ്രോ സൂപ്പർ. നാളെ കാശ് തരുന്നു ചന്ദ്ര. ഇല്ല ആ മുങ്ങി അടക്കുക. ഇന്ന് എസ്കേപ്പ് പറപ്പിടിച്ചു. ഇപ്പൊ ഒരു ഇത് വന്നിട്ടുണ്ട്. ഏതാ ഒരു ബ്രോ ഞാൻ അവന്റെ കയ്യിൽ ഇപ്പൊ കാശില്ല. ശരിക്കും പറയുവാണെങ്കിൽ സത്യം പറയാലോ. എനിക്ക് അവൻ അറിയാവുന്ന പറയാ. ബ്രോ ഒന്ന് സെറ്റ് ഇപ്പൊ തന്നെ ഓടിത് ആ ബിൽഡിങ്ങിന്റെ മുകളിൽ വിളിച്ചു. ബ്രോക്ക് ഇപ്പൊ അത്യാവശ്യമാണോ? എനിക്ക് ആവശ്യമായിരുന്നു. കാരണം ഓപ്ഷൻ നാളെ ഇന്ന് മുതൽ സ്റ്റാർട്ട് ആവുമെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് വെള്ളിയാഴ്ച 100 CR കൊടുക്കും. ഒരാൾ 100 CR കൊടുക്കും വെള്ളിയാഴ്ച. വരും. ഞാൻ ക്യാഷ് എടുക്കാൻ വേണ്ടി ഓടിയതാ. വരും ഞാൻ തരവാ. കേൾക്കാം. കയ്യിലുണ്ടോ? ചന്ദ്രൻ ഇങ്ങോട്ട് പൈസയൊക്കെ ഞാൻ ഇച്ചിരി ഒളിപ്പിച്ച് വെച്ചേ. പൈസ എത്രയും നമ്മള് കണക്ക് പലിശ ഇനിയില്ല. ഉറപ്പാണ്. എന്തിനു ഈ പയ്യനാണെങ്കിൽ ഒരു ജന്മമായിട്ട് ഇവിടെ എന്റെ പുറകെ നടക്കുകയാണ്. ചന്ദ്ര ഇന്ന് ഞായറാഴ്ചയല്ലേ? മുടിവട്ടം ശരി ബാങ്ക് അവധിയല്ലേ? ഓ സംഭവം പോയിട്ട് നാളെ വരാൻ പറ്റും. നാളെ ശനിയാഴ്ച. ഇങ്ങോട്ട് വരൂ. ഇങ്ങനെ കൊല്ലം വിളിക്കുക. ഞാൻ പറയാം. വണ്ടി കയറി ഞാൻ ഷേഡൊക്കെ കൊടുത്തിട്ട് ഇഷ്യൂ ആക്കട്ടെ. ഒരു സെക്കൻഡ്. കാശ് കിട്ടുമല്ലോ. ആണല്ലേ ബോസേ? ചന്ദ്ര അതെ ചന്ദ്ര ഒരു പ്രശ്നമുണ്ട് ചന്ദ്ര. ഹോസ്പിറ്റൽ കേസാണ് ചന്ദ്ര. നീ അന്ന് നോക്കി ഡിലേ ഇപ്പൊ അല്ല ചന്ദ്ര പോലെ ഇവെന്തിനാ കാശ് വാങ്ങിച്ചേ? ക്യാഷ് ഫണ്ട് കൊടുക്കേ. 70 കോടി ഞാനേ പിന്നെ എന്റെ ഇരിക്കുന്നു. ഒരു നമ്പർ 10, 100, അപ്പാക്ക് ഒരു പ്രാവശ്യം കാശ് 1000, കൊടുത്തതാ. ലക്ഷം, 10 ലക്ഷം, കോടി, 10 കോടി, 100 കോടി, 1000 കോടി. നീ എന്താ വെച്ചാ നിന്റെ തന്തയെ പറ്റി? നിന്റെ തന്ത ഒരു മൂഞ്ചനാന്ന് വിചാരിച്ചാ നീ? എടാ ഞാനേ പൈസയുടെ മണ്ടക്കി കടന്ന് ജീവിച്ചാളാ ഞാൻ. മനസ്സിലായില്ലേ? ആ കൊറേ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ. ചന്ദ്രൻ ഈ അക്കൗണ്ടിൽ മൈനസ് കോടി വന്ന എന്ത് ചന്ദ്രു? പരിപാടി മോനെ തിരുനാക്ക് വെച്ചിരുന്ന് പറയല്ലേ. ഇല്ല എനിക്ക് മൈനസ് ചന്ദ്രു. അതെ ഞാൻ കാണിച്ചു ചോട്ടെ. മറ്റേ ദേവ്കുട്ടിക്കൊക്കെ ഏതെങ്കിലും പമ്പ് വിളിക്കാനോ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ഉണ്ടെങ്കിൽ ഒന്ന് പറയാൻ പറയണേ എന്റെ അടുത്ത്. അല്ലാണ്ട്
ഇനി അന്നത്തെ പോലെ 500 കശത്തിൽ വെച്ച് കൊണ്ട് എല്ലാരെയും ഒന്ന് കൊണ്ടുവന്ന് എനിക്ക് വയ്യ 10,000 കോടിക്കൊന്ന് പമ്പ് വിളിക്കാൻ. എടാ സ്ഥലം ഉണ്ടാ കേറാ. എന്നാലും എത്രയായിരിക്കും ഒരു ഊഹം പറഞ്ഞേ, എത്രക്ക് കിട്ടുമായിരിക്കും ആ എസ് പമ്പ്? എസ് പമ്പാ? എസ് പമ്പ് ഒരു 500 കോടി, ഇവിടത്തെ ഒരു 600 കോടി.